അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം. അതായത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വേനൽക്കാലത്ത് നമ്മുടെ ചർമ്മം എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മളിടാൻ പോകുന്നത്. അതായത് വേനൽക്കാലത്ത് നമുക്ക് ചൂടും ഇപ്പോഴത്തെ കാലാവസ്ഥ ഇന്ന് ചൂടാണോ തണുപ്പാണോ അതേ ഇനി എന്താണെന്ന് ആ കാലാവസ്ഥക്കാർക്ക് പോലും നേരെ ചെവ്വേ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അതായത് അതിനുള്ള പ്രതിവിധി എന്താണെന്ന് നോക്കാം. അതിന് വേനൽക്കാലത്ത് നമുക്ക് പുറത്തൊക്കെ ഇടാൻ പറ്റുന്നൊരു ടിപ്സാണ്. അതായത് ക്യാരറ്റ്, ചീരയില, പനിനീരും കൂടെ നല്ലതുപോലെ അരച്ച് എടുത്ത ശേഷം അത് മുഖത്തും കഴുത്തിൽ ശരീരം ഫുള്ള് ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് ഈ ചൂടുകാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ ഉള്ളിൽ കഴിക്കാൻ പറ്റുന്നത് കരിക്കിൻ വെള്ളം, പിന്നെ തൈര്, മോര്, തൈരിനെ തന്നെയാണ് മോരാക്കുന്നത്. ഇങ്ങനെയുള്ള ദാഹശമനിയായിട്ടുള്ള അതായത് കരിക്കിൻ വെള്ളം, ഐസ് വാട്ടർ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബീറ്റ്റൂട്ട്, നെല്ലിക്ക അരച്ചത്, ബീറ്റ്റൂട്ട് അരച്ച് പേസ്റ്റാക്കിയത് ഇതെല്ലാം നമ്മുടെ ചർമ്മത്തിൽ ഇട്ട് കൊടുക്കാൻ കഴിയും. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം ചെയ്ത ശേഷവും നമുക്ക് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് സൺ പ്രൊട്ടക്ഷൻ ലോഷൻ ഉപയോഗിക്കുക. അതായത് SPF 40ക്ക് മുകളിൽ 30ക്ക് മുകളിലുള്ളതാണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമുക്ക് 40ക്കോ 50 ഒക്കെ ആയിട്ടുള്ള SPF 50 ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ പ്രൊട്ടക്ഷനാണ്. അപ്പം നിങ്ങളെല്ലാവരും അത് വാങ്ങിച്ച് യൂസ് ചെയ്യുക. അതൊക്കെ ചെറിയ പിള്ളേർക്കായാലും വലിയവർക്കായാലും അറിയാവുന്നത്. കൊച്ചു കുട്ടികളൊന്നും യൂസ് ചെയ്യരുത്. ടീനേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ചെയ്യുക. ഞാൻ ഇനിയൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓയിലി അല്ലാത്ത സ്കിന്നുകാർക്ക് പാലിൻ്റെ പാടയും പച്ചമഞ്ഞളും കൂടെ ചേർത്തുന്നിട്ട് ഇടുകയാണെങ്കിൽ, അതായത് പാലിൻ്റെ പാട മാത്രം യൂസ് ചെയ്താലും മുഖത്ത് നല്ല ഗ്ലേസിങ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കുക. പറ്റുന്നവരതൊക്കെ ചെയ്തു നോക്കുക. ഇനി ചൂടുകാലത്ത് കാലിൽ നമ്മൾ ഇടുന്നത് ചെരുപ്പിന് തുകൽ ചെരുപ്പാണ് ഏറ്റവും പറ്റിയത്. അതുപോലെ തന്നെ നമുക്ക് കുരുക്കൾ ചൂടുകാലത്ത് വരികയാണെങ്കിൽ നമുക്ക് തേങ്ങ പൊട്ടിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുക. മുഖത്താണോ കഴുത്തിലാണോ എവിടെയാണോ വരുന്ന ആ ഭാഗമെല്ലാം തേങ്ങ പൊട്ടിച്ച വെള്ളം കൊണ്ട് കഴുകുക. അപ്പോഴാ കുരുക്കളങ്ങ് മാറിക്കിട്ടും. ഞാൻ ഇപ്പോൾ ഇത്രയും ടിപ്സാണ് പറയാൻ വന്നത്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. ഇതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. നിങ്ങളെന്തായാലും നിങ്ങൾക്ക് ഞാൻ ടിപ്സുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ ടിപ്സുമായിട്ട് വീണ്ടും വരുന്നുണ്ട്. നിങ്ങൾ അതെല്ലാം ചെയ്യുക. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു സംഭവമാണ്. അതായത് അത് ഞാൻ നാളെ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക അടുത്ത വീഡിയോയ്ക്കായിട്ട്. ഒരു നല്ലൊരു